ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു നല്ലൊരു മഷ്റൂം ബിരിയാണി കഴിക്കണമെന്ന്. അങ്ങനെ അന്ന് രാത്രി തന്നെ പ്രിപ്പറേഷൻ തുടങ്ങി. അരിഞ്ഞ് വെച്ച് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയൊക്കെ വഴറ്റിയതിന് ശേഷം ഒരു 8 സവോള എടുത്ത് അതും വഴറ്റി. അതിന് പുറമെ നല്ല 4 പഴുത്ത തക്കാളി ഇട്ടു. അതും നന്നായിട്ട് ജ്യൂസായി ആവുന്നത് വരെ വഴറ്റി. അതിന് പുറമെ അരിഞ്ഞ് വെച്ച മല്ലിയില, പുതിനയിലൊക്കെ ഇട്ടു. പിന്നെ മസാലക്കൂട്ട്, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ചിക്കൻ മസാല, ഗരം മസാല, ബിരിയാണി മസാല. ഇതെൻ്റെ മാത്രം സ്പെഷ്യൽ കൂട്ടാണ്. ഇത് നല്ല ടേസ്റ്റായിരിക്കും. ഇതും പച്ചമണം മാറുന്നവരെ വഴറ്റിയതിന് ശേഷം നല്ല ഫ്രഷ് മഷ്റൂം ഇതുപോലെ ചെറുതായി അരിഞ്ഞിട്ടിടുക. നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അടച്ച് വെച്ച് ചെറിയ തീയിൽ വേവിക്കുക. അഥവാ ഡ്രൈ ആണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം കുറച്ച് ചുടുവെള്ളം ഒഴിക്കാം. വെന്തോന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം കുറച്ച് തൈര് ഒഴിക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ ഒരു പരുവാവുന്ന സമയത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ച നെയ്ച്ചോറിൽ അല്പം അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഉള്ളി എന്ത് വേണമെങ്കിൽ വറുത്തണം. എന്നിട്ട് ഈ രണ്ടും കൂടെ മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നല്ല ചൂടായിട്ടൊന്ന് കഴിച്ച് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. ഇതുവരെ നിങ്ങൾ കഴിച്ച ഏത് മഷ്റൂം ബിരിയാണിക്കാട്ടിലും ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റായിരിക്കും, അതെൻ്റെ ഉറപ്പാണ്. അപ്പോൾ എന്തായാലും പരീക്ഷിച്ച് നോക്കണേ.